ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എ എന്ന ഒന്നാമത്തെ ലെറ്റർ വെച്ചുകൊണ്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്. ആ വേർഡ്സിൻ്റെ ഉച്ചാരണം, അതുപോലെ അത് എഴുതുന്ന രീതി, അതിൻ്റെ സ്പെല്ലിംഗ്, ഇത്രയുമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്കിനി ഓരോ വേർഡ്സിൻ്റെയും പ്രൊനൗൺസിയേഷൻ പരിചയപ്പെടാം. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം, എങ്ങനെയാണ് ആ വേർഡ് അഥവാ വാക്ക് വായിക്കുന്നത്. അതിനുശേഷം നമുക്കത് എഴുതി പഠിക്കാം. ഓരോ അക്ഷരം വെച്ചും ഓരോ ലെറ്റർ വെച്ചും 10 വാക്ക് വീതമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് 4 വരെയിട്ട കോപ്പിയിൽ സ്പെല്ലിങ്ങും പഠിക്കണം. സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് കൂടി ചേരുന്ന അക്ഷരങ്ങൾ, എത്ര അക്ഷരങ്ങൾ ചേർത്താണോ ആ വാക്കുണ്ടാക്കിയിരിക്കുന്നത്, ആ അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്ക് കാണാതെ പഠിക്കണം. എഴുതി എഴുതി തന്നെ പഠിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഈ വാക്കുകളുടെ പ്രൊനൗൺസിയേഷനിലേക്ക് പോകാം. എ എന്ന ലെറ്റർ വെച്ചുകൊണ്ട് എ എന്ന ശബ്ദത്തിലും വായിക്കും, അ എന്ന ശബ്ദത്തിലും വായിക്കും. നാം ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് 10 വേർഡാണ്, 10 വാക്കുകൾ. ഇത് എ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, ഉച്ചരിക്കുന്നുണ്ട്. ആ എന്നും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. അപ്പോൾ ആ എന്ന് വരുന്ന ഉച്ചാരണം വരുന്ന കുറച്ച് വാക്കുകൾ ആദ്യം പരിചയപ്പെടാം. ആർട്ട്, ആക്ടർ, ആംഗ്രി, അബാക്കസ്, ആണ്ട്, ആണ്ട്. ഉറുമ്പ്, അബാക്കസ് നമ്മൾ കണക്കിൽ പഠിക്കാറുണ്ട്. ആംഗ്രി ദേഷ്യം, ആക്ടർ നടൻ, അഭിനേതാവ്, ആർട്ട് എന്ന് പറഞ്ഞാൽ കല. ഇതിലൊക്കെ നമ്മൾ എ എന്ന അക്ഷരത്തെ ആ എന്നാണ് അ എന്നാണ് ഉച്ചരിച്ചത്. ആർട്ട്, ആക്ടർ, ആംഗ്രി, അബാക്കസ്, ആണ്ട്. ഇത് നമ്മൾ ഇനി 4 ലൈൻ കോപ്പിയിൽ എഴുതാൻ പോവുകയാണ്. ഈ 3 അക്ഷരങ്ങൾ കൂടി ചേർന്ന് ഒരു വാക്കുണ്ടായി. അപ്പോൾ ഈ 3 അക്ഷരങ്ങൾ നമ്മൾ ഈ വാക്കിൻ്റെ സ്പെല്ലിംഗ് ആയിട്ട് പറയും. ആർട്ട് എന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ ART ആണ്. ഈ 3 അക്ഷരങ്ങളാണ്. ഈ 5 വേർഡ് എടുത്തു നോക്കൂ. ഇവിടെ നമ്മൾ എ എന്ന ലെറ്ററിനെ എ എന്ന് തന്നെയാണ് വായിക്കുന്നത്. നോക്കൂ, എയർ, അവിടെ ശബ്ദം എ വന്നു. എയർ സ്പെല്ലിംഗ് AIR. ഏഞ്ചൽ, മാലാക, ANGEL. എപ്രൺ, APRON. ഇത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് എപ്രൺ. 8 തിന്നു, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷിച്ചു എന്ന് പറയില്ലേ, അതിനെ 8 എന്ന് പറയുന്നു. ATE. ആംഗ്രി, ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം, ANGRY. ഇതിനെ ആംഗ്രി എന്നും ഉച്ചരിക്കാറുണ്ട്. ഏങ്ക്രി, ആംഗ്രി, അങ്ങനെ 2 സ്റ്റൈലിലും ഇത് ഉച്ചരിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ 10 വാക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ 10 വാക്കും നമ്മൾ കോപ്പി പുസ്തകത്തിൽ എഴുതാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. 26 ലെറ്റർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ 260 വേർഡാണ് പഠിച്ചു കഴിയാൻ പോകുന്നത്. ആദ്യത്തെ വാക്ക് നമുക്ക് എഴുതാം. എയർ, AIR. എയർ. ഇതിനെ തന്നെ നമ്മൾ കഴ്സീവ് സ്റ്റൈലിൽ എഴുതുകയാണെങ്കിൽ AIR, എയർ. ഏഞ്ചൽ അഥവാ മാലാക, ANGEL. ഏഞ്ചൽ. ഇതിനെ നമ്മൾ കഴ്സീവ് സ്റ്റൈലിൽ എഴുതുമ്പോൾ ANGEL, ഏഞ്ചൽ. അടുത്തത് ആർട്ട്, ART, ആർട്ട്. ഇതിനെ കഴ്സീവ് സ്റ്റൈലിൽ എഴുതുമ്പോൾ ART,
art. Actor. A C T O R. Actor. നിങ്ങൾ എഴുതുമ്പോൾ ഏതൊക്കെ വരയിലാണോ മുട്ടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൃത്യമായി തെറ്റാതെ പഠിച്ചു പോകണം. ആക്ടർ. ഇതിൻ്റെ കഴ്സീവ് സ്റ്റൈൽ A C T O R. ആക്ടർ. അടുത്തത് apron. A P R O N. apron. ഇന്ന് നമ്മൾ കഴ്സീവ് സ്റ്റൈൽ എഴുതുമ്പോൾ A P R O N. apron. അടുത്ത വാക്ക് 8 ആണ്. A T E. ഭക്ഷിച്ചു, തിന്നു. ഇതിൻ്റെ കഴ്സീവ് സ്റ്റൈൽ A T E. 8. അടുത്തത് angry. angry. ദേഷ്യം. N G R Y. angry. ഇതിനെ നമ്മൾ കഴ്സീവ് സ്റ്റൈലിൽ എഴുതുമ്പോൾ N G R Y. angry. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്പിൾ എന്ന വേർഡാണ്. ആപ്പിൾ, ആപ്പിൾ എന്നൊക്കെ പറയും. ആപ്പിൾ എന്നാണ് ശരിയായ ഉച്ചാരണം. ആപ്പിൾ. ആപ്പിൾ. ഇതിൻ്റെ കഴ്സീവ് സ്റ്റൈൽ A P P L E. ആപ്പിൾ. ant. ഉറുമ്പ്. A N T. ant. ഇതിൻ്റെ കഴ്സീവ് സ്റ്റൈൽ A N T. ant. ഇനി നമുക്ക് അബാക്കസ് പരിചയപ്പെടാം. A B A C U S. അബാക്കസ്. ഇനി ഇതിനെ തന്നെ നമുക്ക് കഴ്സീവിൽ എഴുതി പഠിക്കാം. A B A C U S. അബാക്കസ്. അടുത്ത ക്ലാസ്സിൽ ബി എന്ന ലെറ്റർ വെച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈസി ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.